നിന്റെ ഭാര്യയ്ക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നു. എങ്ങനെയാ മരിച്ചത്? എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ? ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. നോനോ, ഇതിലെന്ത് ബുദ്ധിമുട്ട്? രാത്രി 11 മണിക്ക് നെഞ്ച് വേദനിക്കുന്നു പറഞ്ഞ് എന്നെ വിളിച്ചു. മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തു ആംബുലൻസിന് വേണ്ടി. ഡോക്ടർ ചക്രവർത്തി വരുന്നതിന് മുമ്പ് ശ്വാസം നിലച്ചു. നുണയാണ് മാധവൻ. സംഭവം അങ്ങനെയല്ല. ഞാൻ അന്വേഷിച്ചു. സത്യം പറയട്ടെ സാർ, ഞാനാണ് എൻ്റെ ഭാര്യയെ കൊന്നത്. പതിവ് പോലെ അന്നും വൈകിട്ട് 7 മണിക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എപ്പോഴും കൂടെ ഇറങ്ങി വരുന്നവള് അന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. രാത്രി വീട്ടിലെത്തി അവൾ ഉറങ്ങുന്ന കണ്ട് വിളിച്ചു നോക്കി. ഇറ്റ്സ് ടു ലേറ്റ്. എല്ലാം അവസാനിച്ചിരുന്നു. നെഞ്ചുവേന. പാവം, ആ സമയത്ത് ഞാൻ വീട്ടിലില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുത്താമായിരുന്നു. സാറ് തന്നെ പറ, ഞാനല്ലേ കാരണക്കാരൻ? എനിക്ക് കുറ്റബോധത്തിൽ നിന്ന് മരണം വരെ രക്ഷപ്പെടാനാവില്ല. സാറിന് തോന്നുന്നത് അതൊരു കൊലപാതകമല്ലെന്ന്. കുത്തിക്കൊല്ലുന്നത് മാത്രമാണ് സാർ കൊലപാതകം. ശ്രദ്ധിക്കാതെ വിടുന്നത് കൊലപാതകത്തിന് തുല്യമല്ലേ? ഈ സത്യം ഞാൻ എങ്ങനെയാണ് പുറത്ത് പറയാ? അതാ അടുത്തുണ്ടായിരുന്നു ഡോക്ടറിന് ഫോൺ ചെയ്തു എന്നൊക്കെ കള്ളം പറഞ്ഞത്. അവർ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചായി തന്നെ ഇരിക്കട്ടെ. അതൊരു ചാപ്റ്റർ. കഴിഞ്ഞത് കഴിഞ്ഞു. മാധവൻ, നിങ്ങൾക്ക് ഭാര്യയുടെ അനിയത്തി യമുനയെ വലിയ ഇഷ്ടമാണോ? മനസ്സിലായില്ല. നിങ്ങൾ യമുനയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? മനസ്സിലായി സാർ. ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ഭാര്യ മരിച്ചു. കയ്യിലൊരു പിഞ്ചു കുഞ്ഞ്. അതിനെ നോക്കാൻ എൻ്റെ അമ്മ വേണം. വീട്ടിലാണെങ്കിൽ ഭാര്യയുടെ അനുജത്തിയുണ്ട്. കാണാനും കൊള്ളാം. മെയിൻ പോയിന്റ്, അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. സോ നാച്ചുറലി മറ്റുള്ളവർ കരുതും എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. മറ്റുള്ളവരുടെ കാര്യം വിട്. അത് സത്യമാണോ അല്ലേ? അല്ല. ഹേയ്, ഇതാ വീണ്ടും ഒരു നുണ കൂടി. ഭാര്യ സഹോദരി ആഗ്രഹിക്കുന്ന ക്വയറ്റ് നോർമൽ, ബട്ട് നോട്ട് അറ്റ് ദി കോസ്റ്റ് ഓഫ് സംബഡി. ജീവയും യമുനയും തമ്മിൽ സ്നേഹത്തിലാണ്. അപ്പോൾ ഏകദേശം യമുന ജീവയുടെ ഭാര്യയെ പോലെ തന്നെയാണ്. മറ്റൊരുത്തൻ്റെ ഭാര്യയെ മോഹിക്കുന്നതും അവളുടെ പിറകെ നടക്കുന്നതും തെറ്റല്ലേ? ആ പെണ്ണിനോടുള്ള പ്രേമം നിങ്ങളെ ഒരു കൊലപാതകയാക്കും. യമുന ജീവയുടെ കൂടെ നടക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവനെ ഒരു കള്ളുകുടിയനായും വൃത്തികെട്ടവനായും ചിത്രീകരിച്ച് ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ ശ്രമിക്കുന്നു. വേണ്ട മാധവൻ, വേണ്ട, വിട്ടേക്ക്. ഇത്തരം ചിന്ത മനുഷ്യനെ നശിപ്പിക്കും. നിങ്ങൾക്കറിയാലോ രാമായണം കഥ. രാവണന് അന്യൻ്റെ ഭാര്യയെ മോഹിച്ചതുകൊണ്ടുണ്ടായ ഗതികേട് അറിയാമല്ലോ. ആസ് എൻ ആർമി ഓഫീസർ യു ആർ എ ജെന്റിൽമാൻ. നിങ്ങളുടെ റെക്കോർഡ്സ് എല്ലാം ക്ലീൻ ആണ്. പേഴ്സണൽ ലൈഫിൽ എന്താ ഇങ്ങനെ? ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. മാന്യമായ ഒരു സഹോദരിയെ പോലെ അവളെ കാണും. ഇല്ലെങ്കിൽ ആവേശം വക്രതയിലെത്തി വക്രബുദ്ധി മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റും. മേനിക് സൈക്കോസിസ്. आज की ताजा खबर। In detail, a senior army officer, Lieutenant Colonel Hariharan, was killed in a hit-and-run incident this morning in New Delhi. Extremists' hand is suspected to be behind the incident. The Prime Minister stressed the need for unity among the various religious... आइए साहब, असली ब्राउन शुगर है साहब. जान को हथेली पर रखकर ब्राउन शुगर लाया हूं. आगरा में ब्राउन शुगर बहुत सस्ता है साहब. दिल्ली में बहुत महंगा मिलेगा. संभल के जाइए. पुलिस से बच के. ഹലോ, അസിസ്റ്റന്റ് കമ്മീഷണർ മാണിക്യം. മയക്കുമരുന്ന് കടത്തുന്ന കുറ്റമല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ ഡൽഹിയിൽ ബ്രൗൺ ഷുഗർ വിൽക്കുകയാണ്. ഉടനെ ചെല്ലുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. പേര് ജീവ. അഡ്രസ്
साला ब्राउन शुगर छुपा रखा है। गिरफ्तार कर लो उसे। चलो पकड़ो इसके साला पकड़ रखा है। कुत्ते कमीने लेकर जाओ, गाड़ी में लेकर निकालो जाओ, ड्राइवर लेके जाओ। അമ്മാവ എന്തു പറ്റി? വളരെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ആ പയ്യനെ അറസ്റ്റ് ചെയ്തു അത്രേ, ഹെറോയിൻ കടത്തിയതിന്. ജയിലിലാണ്. ഞാനും അറിഞ്ഞു അത്. എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ ആളെ കണ്ടാൽ അറിയാം എങ്ങനത്തവനാണെന്ന്. യമുനയ്ക്ക് ഈ കാര്യം അറിയാവോ? അവളെന്തിനറിയണം? അറിയേണ്ട ആവശ്യമില്ലല്ലോ. വേഗം ഒരു നല്ല പയ്യനെ കണ്ടുപിടിക്കുക. എത്രയും പെട്ടെന്ന് ആ കല്യാണം നടത്തിയേക്കാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് എന്നോട് വിരോധം തോന്നരുത്. എന്താ അത്? ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ മനസ്സ് അനുവദിക്കുന്നുമില്ല. സോ രണ്ടാം വിവാഹം മാത്രമേ ഉള്ളൂ ഒരു പരിഹാരം. പക്ഷെ ആരെയാണ് കല്യാണം കഴിക്കുക? ഏത് പെണ്ണ് വന്നാലും അവൾക്ക് നോട്ടം എൻ്റെ പണമായിരിക്കും. വരുന്ന പെണ്ണ് ഒരുപക്ഷെ അവൾ എനിക്ക് നല്ലൊരു ഭാര്യയായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞിന് അവളൊരു നല്ല അമ്മയായിരിക്കില്ല. അതുകൊണ്ട് യമുനയ്ക്ക് എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി വന്നുകൂടാ? യമുനയ്ക്ക് ഒരു അഫയർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഈ ആഗ്രഹം അറിയിക്കണമെന്ന് കരുതിയതാ. പക്ഷെ അവൻ ഇത്ര ഫ്രോഡായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി എന്തായാലും ജീവ പുറത്തു വരുമെന്ന് തോന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അത് പിന്നെ ഇതിൽ അമ്മാവൻ എതിർപ്പൊന്നുമില്ലെങ്കിൽ യമുനയ്ക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ കാര്യം സംസാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഈ ചർച്ചയോട് ഡ്രോപ്പ് ചെയ്യാം. നോ പ്രോബ്ലം. മാധവ, യമുനയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. മോഹനാണ് വരൻ. മോഹനാണ് വരൻ. എനിക്ക് ഈ ഐഡിയ തോന്നിയില്ലല്ലോ. ഗംഗ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ, ഒരുപാട് സന്തോഷിച്ചേനെ. യമുനെ കരയല്ലേ പ്ലീസ്. ജയിലിലായ ജീവ മയക്കുമരുന്ന് കടത്തിയോ ഇല്ലയോ, അവൻ നല്ലവനാണോ അല്ലയോ, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. കാരണം നീ കരയാതെ സന്തോഷമായിട്ടിരിക്കണം. അതാ എനിക്ക് വേണ്ടത്. ഇതാ നോക്ക്, എന്നാലാകും വിധം ഞാൻ ശ്രമിക്കാം ജീവയെ പുറത്തു കൊണ്ടുവരാൻ. എന്താ? ബിലീവ് മീ പ്ലീസ്. 5 minutes ജയിലറെ കണ്ടുവരാം. എങ്ങനെയെങ്കിലും ഓക്കെ. ചേട്ടാ. എന്താ സാർ, ജയിലിലെ സൗകര്യങ്ങളൊക്കെ എങ്ങനെ? എന്നോട് പ്രതീക്ഷയില്ല അല്ലേ? ഒരു ഗുഡ് ന്യൂസ് ആദ്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതാണ് വന്നത്. എനിക്ക് യമുനയ്ക്കും കല്യാണമാണ് വരുന്ന 10-ാം തീയതി. അമ്മാവൻ സമ്മതിച്ചു, കയ്യിലടിച്ച് സത്യം ചെയ്തു. യമുന പുറത്ത് കാറിലിരിക്കുക. എന്താ സാർ, കല്യാണമല്ലേ, എന്നെ ഒന്ന് വിഷ് ചെയ്തൂടെ? अरे चल गाड़ी निकालो, तेरा बाप का रोड है क्या? हारन बजाने से सुनता नहीं. आइए उधर. യമുനയുടെ കാമുകനാണ് നീ എന്നറിഞ്ഞപ്പോൾ നിന്നെ കൊല്ലാൻ പ്ലാനിട്ടതാ. പക്ഷെ അപ്പോൾ നീ ദൈവതുല്യനാവും. പിന്നീട് ഒരിക്കലും യമുനയുടെ മനസ്സിൽ നിന്ന് നിന്റെ ഓർമ്മകൾ പോവില്ല. അതുകൊണ്ടാണ് ഓരോ നീക്കങ്ങൾ നടത്തി നിന്നെ പതുക്കെ അകത്താക്കിയത്. ഈ ജയിലിൽ എനിക്ക് പരിചയമുള്ളവരുണ്ട്, അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നിന്റെ കഥ അവസാനിപ്പിക്കാൻ. മയക്കുമരുന്ന് കടത്തിയതിൻ്റെ പേരിൽ നീ അകത്തായി. ഈ വിവരം യമുന അറിഞ്ഞു. ആ അപമാനം സഹിക്കാനാവാതെ നീ ആത്മഹത്യ ചെയ്തു. അങ്ങനെ കഥ ക്രിയേറ്റ് ചെയ്ത് ഈ ഫയൽ ക്ലോസ് ചെയ്യും. ഉമ്മ കൊടുക്കുമല്ലോ അവക്ക്. അന്ന് കാറിൽ വെച്ച് കളിയാക്കിയല്ലേ? പ്രൈം മിനിസ്റ്റർക്ക് നിന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പാകിസ്ഥാൻകാരൻ നിന്നെ ഇഷ്ടപ്പെടുമെന്നും എനിക്കറിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. എന്ത് ചെയ്യും നീ? ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു. എല്ലാം നിന്റെ യമുനയുടെ ചേച്ചി കാരണമാണ്. നിന്റെ അനിയത്തെ കല്യാണം കഴിച്ചോട്ടെ ഞാൻ ചോദിച്ചതാ. അവളത് സമ്മതിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. അവൾ കൂട്ടാക്കിയില്ല. മദ്രാസിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവം ഉണ്ടാക്കി. അവളെ അനുസരിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് പാലിലൊരു ഉറക്കഗുളികയിട്ട് അവൾ കൊടുത്തത്. പറഞ്ഞാൽ വിശ്വസിക്കില്ല നീ. ഒരു ഷൂ ലേസ്, ഒരു പോളിത്തീൻ കവർ, അത്രേ ഉള്ളൂ. വേണ്ട, യമുനെ ഒന്നും ചെയ്യരുത് മാധവൻ. വേണ്ട, ഞാൻ അപേക്ഷിക്കുകയാണ്. യമുനെ ഒന്നും ചെയ്യരുത് മാധവൻ. മാധവൻ, യമുനെ വിട്ടേക്ക് പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കാം. യമുനെ വിട്ടേക്ക് മാധവൻ. അവളെ ഒന്നും ചെയ്യരുത്. അവളൊരു പാവമാണ്. പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക് മാധവൻ. വേണ്ട മാധവൻ, യമുനെ വിട്ടേക്ക് മാധവൻ. മാധവൻ വേണ്ട. മാധവൻ.